പുനലൂർ തൂക്കുപാലത്തിൽ നടപ്പലകയായി പാകുന്നതിനാവശ്യമായ കമ്പകത്തടി ശേഖരിക്കാൻ നടപടി ആരംഭിച്ചതായി വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ് തൂക്കുപാലം. വനംവകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ചേംബറിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പുരാവസ്തു വകുപ്പ് മന്ത്രി കെ.സി. ജോസഫ്, പുനരുദ്ധാരണ ചുമതല വഹിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോ അധികൃതർ എന്നിവർ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനമായത്. കുളത്തുപുഴയിലെ വനങ്ങളിൽ കമ്പകത്തടി പരിശോധിക്കുന്നതിന് പുരാവസ്തു വകുപ്പ് ഡയറക്ടറും എഞ്ചിനീയർമാരും അടുത്തയാഴ്ച എത്തും. തടി പരിശോധിക്കുന്നതിനുള്ള അനുമതിക്കായി വനം വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകിയിരിക്കുകയാണെന്ന് പുരാവസ്തു വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. വനങ്ങളിൽ വീണുകിടക്കുന്ന കമ്പകത്തടികൾ ശേഖരിച്ച് ഡിപ്പോകളിൽ എത്തിക്കുന്നതിന് ടെൻഡർ നൽകാനാണ് മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമായത്. മാർച്ചോടെ ഇതിനുള്ള നടപടികൾ പൂർത്തിയാകും. ഡിപ്പോയിലെത്തിക്കുന്ന കമ്പകത്തടികൾ ശാസ്ത്രീയമായി പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ശേഷമേ പാലത്തിൽ സ്ഥാപിക്കുകയുള്ളൂ. 2010 ജനുവരിയിലാണ് തൂക്കുപാലത്തിന്റെ ആദ്യഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പുരാവസ്തു വകുപ്പ് അനുവദിച്ച 78 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ ചെലവിട്ടത്. കമ്പകത്തടി പാകുന്ന നടപടിയാണ് അടുത്ത ഘട്ടം. 1877 കല്ലടയാറിന് കുറുകെ 20 മീറ്റർ വീതിയിലും 400 മീറ്റർ നീളത്തിലും നിർമ്മിച്ച പാലത്തിൽ പാകുന്നതിന് 63 ക്യൂബിക് മീറ്റർ കമ്പകത്തടിയാണ് വേണ്ടത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.